വിശാഖപട്ടണത്ത് കണ്ടെത്തിയ 13 വയസ്സുകാരിയെ ഇന്ന് കേരളത്തിലെത്തിക്കും. കേരള പോലീസ് സംഘം വിശാഖപട്ടണത്തിലെ ഗേൾസ് ഹോമിലെത്തി ഏറ്റെടുക്കൽ നടപടികളെല്ലാം പൂർത്തിയാക്കി. വീട്ടിലേക്ക് മടങ്ങാൻ തയ്യാറാണെന്ന് പെൺകുട്ടി പറഞ്ഞതായി പോലീസ് സംഘം അറിയിച്ചു. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മലയാളി സമാജ പ്രവർത്തകർ ഗേൾസ് ഹോമിൽ എത്തി കുട്ടിയെ കണ്ടപ്പോൾ പാരൻസിൻ്റെ അടുത്തേക്ക്, മാതാപിതാക്കളുടെ അടുത്തേക്ക് വരണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അതൊരു ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു. എന്തുകൊണ്ടാണ് ഈ കുഞ്ഞ് വിട്ടിറങ്ങാനുള്ള കാരണം? ഇതടക്കം നിയമ നടപടികളിലൂടെ അത് നോക്കേണ്ടതുണ്ട്, കൗൺസിലിംഗ് ഉൾപ്പെടെ കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ ഇപ്പോൾ കുട്ടി സന്തോഷത്തോടെ വരാൻ തയ്യാറായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് സംഘം അറിയിച്ചിട്ടുള്ളത്, അല്ലേ? സ്മിത, ഈ കുട്ടി, അതായത് ഈ കടക്കുട്ടത്ത് നിന്ന് കാണാതായ കുട്ടി ഈ വീട് വിട്ടിറങ്ങിയത് എന്തിനാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതടക്കമുള്ള കാര്യങ്ങളിൽ ഈ പോലീസ് സംഘം മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും ഈ മാതാപിതാക്കളിലേക്ക് എത്തിക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കൂ എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് പോലീസ് സംഘം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് തിരുവനന്തപുരത്ത് കുട്ടിയെ എത്തിക്കുമെന്നുള്ളതാണ്. ഈ CWCയിൽ അടക്കം ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതായത് കുട്ടികളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഈ തിരുവനന്തപുരം മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇന്ന് വൈകിട്ടോടുകൂടി ഈ വിശാഖപട്ടണത്ത് നിന്നും ഈ കുട്ടിയുമായി ഈ കേരളത്തിലേക്ക്, അതായത് തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി, അതായത് വിശാഖപട്ടണത്തെ ഗേൾസ് ഹോമിൽ കഴിയുന്ന കുട്ടിയെ ഇന്ന് ഉച്ചയോടുകൂടി കേരളത്തിലേക്ക് ട്രെയിൻ കയറും. അതിനുശേഷം വൈകിട്ടോടുകൂടി ഇവിടേക്ക് എത്തും എന്നുള്ളതാണ്. ഈ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുട്ടി ഏതായാലും സന്തോഷവതിയാണ്, ആരോഗ്യവതിയാണെന്നുള്ള കാര്യങ്ങൾ കൂടി അവിടുന്ന് വരുന്നുണ്ട്. ഏതായാലും ഇന്ന് ഈ കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ കുട്ടിയെ തിരുവനന്തപുരത്ത് എത്തിക്കും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. സ്മിത, ഇന്ന് വൈകിട്ടോടെയാണ് കുട്ടിയെ കഴക്കൂട്ടത്ത് എത്തിക്കുക. കൂടുതൽ നിയമ നടപടികളെല്ലാം പൂർത്തിയാക്കി മാതാപിതാക്കൾക്ക് കുട്ടിയെ നൽകാനാണ് ഇപ്പോഴത്തെ തീരുമാനം.